സംഘി ഇൻഡസ്ട്രീസ് എന്നൊരു സ്ഥാപനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2023 ആ സ്ഥാപനത്തിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. റെയ്ഡിന് ശേഷം അതേ വർഷം തന്നെ അദാനി ഗ്രൂപ്പ് ആ സ്ഥാപനം വിലയ്ക്ക് വാങ്ങി. മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് GVK എന്നൊരു കമ്പനിയുടെ കയ്യിലായിരുന്നു. GVK ഗ്രൂപ്പ് അവിടെയും 2021 EDയെയും CBIയും ഉപയോഗിച്ചുള്ള വിച്ച് കണ്ട് കേന്ദ്ര സർക്കാർ നടത്തി. കേന്ദ്ര ഏജൻസികളുടെ ആ വിച്ച് കണ്ടിന് ശേഷം ചുളുവിലയ്ക്ക് മുംബൈ എയർപോർട്ടും അദാനി ഗ്രൂപ്പ് വാങ്ങി. ഇതേ ഫോർമാറ്റ് തന്നെയാണ് തമിഴ്നാട്ടിലുള്ള കൃഷ്ണപുരം പോർട്ടിലും സംഭവിച്ചത്. കൃഷ്ണപുരം പോർട്ടിനെതിരെയും ആദ്യം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, റെയ്ഡ്, അതിനുശേഷം അദാനിയുടെ രംഗപ്രവേശം. കഴിഞ്ഞില്ല. ഇന്ത്യയിൽ ഏതാണ്ട് നല്ല രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന NDTVക്ക് സംഭവിച്ചതും എന്താണെന്ന് അറിയാമല്ലോ. ആദ്യം CBIയെ കൊണ്ട് NDTVയിൽ റെയ്ഡും അന്വേഷണവും നടത്തിച്ചു. എന്നിട്ട് അദാനിയെ കൊണ്ട് ചുളുവിലയ്ക്ക് വാങ്ങിപ്പിച്ചു. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കമ്പനികൾക്കെതിരെയെല്ലാം കേന്ദ്ര ഏജൻസികളുടെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും റെയ്ഡുകളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കെതിരെ കാര്യമായ എന്തെങ്കിലും റെയ്ഡോ പിഴയോ അല്ലെങ്കിൽ കാര്യമായ കേസുകളോ മറ്റോ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന വാർത്തകൾ നിങ്ങൾ കേൾക്കാറുണ്ടോ? CMRLനെതിരെയുള്ള EDയുടെ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, അതിലെ വളരെ കാതലായ ഭാഗം ഇതാണ്. ഈ അന്വേഷണവും നേരത്തെ സൂചിപ്പിച്ച സംഭവങ്ങളെ പോലെ അദാനിക്ക് വേണ്ടിയുള്ള BJP സർക്കാരിന്റെ വിച്ഛേണ്ടാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. ഈ കേസും റെയ്ഡുമൊക്കെയായി വളരെ വൈകാതെ CMRL എന്ന കമ്പനി പൂർണ്ണമായും തന്നെ തകർന്നേക്കാം. അദാനി ഗ്രൂപ്പിനെ CMRL വളരെ ചുളുവിലയ്ക്ക് വാങ്ങാനും കിട്ടും. അതാണ് ഇതിന്റെ ലാർജർ ഗെയിം പ്ലാൻ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ബാക്കി ഇപ്പോൾ നടക്കുന്ന ഈ കേസിനെ സംബന്ധിച്ച, ED കേസിനെ സംബന്ധിച്ച എല്ലാ ബഹളങ്ങളും വെറും പുകമറ മാത്രമാണ്. ഞാനിപ്പോൾ പറഞ്ഞതൊന്നും, അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഈ കമ്പനികൾക്കെതിരെയുള്ള വിച്ച് കണ്ടിനെ പറ്റിയൊന്നും മാധ്യമങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ ഒന്നും അറിയാത്ത സംഭവങ്ങളൊന്നുമല്ല. ഈ വിഷയത്തിന്റെ ഈ ഒരു സൈഡ് മാത്രം മാധ്യമങ്ങൾ ബോധപൂർവം തന്നെ കൊടുക്കാത്തതാണ് അദാനിക്ക് വേണ്ടിയുള്ള നമ്മുടെ മാധ്യമങ്ങളുടെ പ്രത്യേക കവചം. താരതമ്യേന ചെറിയ സ്ഥാപനമായ CMRL മിണ്ടാതിരുന്ന് വാലാട്ടാൻ മാധ്യമങ്ങൾക്ക് 40 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ മുതലാളിയായ അദാനിയുടെ കയ്യിൽ നിന്ന് മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും എത്ര രൂപ വാങ്ങി നക്കിയിട്ടുണ്ടാവും?